കളർ മാറ്റിയ ഫയൽ നമ്മൾ ഇൻസർട്ട് ചെയ്യാൻ പോകും. ഇവിടെയാണ് എസ് ഡി കാർഡ് സ്ലോട്ട് ഉള്ളത്. ഇത് നമ്മുടെ മെഷീൻ ഓൺ ചെയ്യണം. ഇനി ഇവിടെ പവർ സപ്ലൈ ഉണ്ട്, അത് ഓൺ ചെയ്യും. ഇപ്പൊ നമ്മുടെ മെഷീനുമായിട്ട് ഒന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന് ബെഡ് ലെവലിംഗ്. ബെഡ് ലെവലിംഗ് ചെയ്യാം. ഈ ബെഡ് ലെവലിംഗ് ചെയ്യാൻ നമ്മൾ ഈ നോബ് പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ മോഷൻ സെലക്ട് ചെയ്യാം. മോഷന്റെ ഓട്ടോ ഹോം. ഈ ഓട്ടോ ഹോം എന്ന് പറയുന്നത് നമ്മുടെ മെഷീന്റെ X0 Y0 പൊസിഷനാണ്. ഓട്ടോ ഹോമിലൂടെ ഹോം പൊസിഷൻ വന്നിട്ടുണ്ട്. നമ്മൾ മോട്ടർ ഓഫ് ചെയ്യാം. മോട്ടർ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു A4 ഷീറ്റ് എടുക്കാം. A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ബെഡ് ലെവൽ ചെയ്യാം. ഫസ്റ്റത്തെ ഈ ബെഡ് ഫ്രണ്ടോട്ട് വരിക, എന്നിട്ട് ഈ നോസില് സൈഡിലോട്ട് ചെയ്യണം. ഇതേപോലെ 4 കോർണർ വേണം നമ്മൾ ബെഡ് ലെവൽ ചെയ്യാൻ. ഫസ്റ്റത്തെ കോർണർ നമ്മൾ ഈ പേപ്പർ ഇടുക. ഈ പേപ്പർ ഈ നോസിലിന്റെയും ഈ ബെഡിന്റെ നടുക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ വീല് തിരിച്ചിട്ട് ഇത് ടൈറ്റ് ഇതിലെ പേപ്പർ ഇടാം. നമ്മൾ പേപ്പർ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കാം. ഇതിന്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഈ പേപ്പറിന്റെ തിക്നെസ് വേണം ഈ നോസിലിന്റെയും നമ്മുടെ ഈ ബെഡിന്റെയും കിടക്കുണ്ടാവുന്നത്. അപ്പൊ ഈ പേപ്പർ നമ്മൾ ഓവർ സ്റ്റക്ക് ആവാനും പാടില്ല, ലൂസ് ആയിട്ടിരിക്കാനും പാടില്ല. അപ്പൊ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാം. ഇതേപോലെ 4 കോർണർ സെറ്റ് ചെയ്യാം. നമ്മൾ ബെഡ് ഒക്കെ ലെവൽ ആക്കിയിട്ടുണ്ട്. അടുത്ത നമ്മൾ ഫോട്ടോ ഹോം പിന്നെ ചേർത്ത് ചെയ്യാം. വീഡിയോ പിന്നെ നമ്മൾ ഹോമിലോട്ട് പോവാം. ഹോമിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ സെലക്ട് ചെയ്യാം. ടെമ്പറേച്ചർ നമ്മൾ പ്രീ ഹീറ്റ് PL. ഇത് പിന്നെ പ്രീ ഹീറ്റ് PL. ഇപ്പൊ ഇതിലത്തെ താഴത്തെ ടെമ്പറേച്ചർ ആണ് ഇപ്പോഴുള്ള ടെമ്പറേച്ചർ. മുകളിലത്തെ ടെമ്പറേച്ചർ ആണ് നമുക്ക് റിക്വയർഡ് ടെമ്പറേച്ചർ. അപ്പൊ ആ ടെമ്പറേച്ചർ എത്തുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നോസിലിന്റെ ടെമ്പറേച്ചർ, ഇത് ബെഡിന്റെ ടെമ്പറേച്ചർ. നമ്മുടെ റിക്വയർഡ് ടെമ്പറേച്ചർ 200 ഡിഗ്രി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇത് പ്രിന്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ നോബ് പ്രസ് ചെയ്യുക. അതിൽ നമ്മൾ താഴോട്ട് പോവാം. അതിൽ പ്രിന്റ് ഫ്രം TF കാർഡ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത M20 ബോൾട്ട് ഇനി നമുക്ക് പ്രിന്റ് ചെയ്യാം. M20 ബോൾട്ട് സെലക്ട് ചെയ്യുക, പ്രിന്റ് നിൽക്കാം. അപ്പൊ നമ്മുടെ പ്രിന്റിങ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഫസ്റ്റത്തെ 2 ലെയർ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു നോക്കണം. അതായത് ഈ ഫസ്റ്റത്തെ 2 ലെയറാണ് നമ്മൾ ബെഡിന് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് 2 ലെയർ ലെവലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലെയർ ആയിട്ട് വരും. ഇല്ലെങ്കിൽ ഇതില് ഫിലമെന്റ് സ്റ്റിക്ക് ആയിട്ടുണ്ടാവില്ല, ഇങ്ങനെ നൂല് നൂലായിട്ട് പുറത്തോട്ട് വരും. അത് വേണം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് 2 ലെയർ കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ബെഡ് ലെവൽ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് നമ്മള് പ്രിന്റ് ചെയ്യുന്ന റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ക്ലിപ്സ് ഉണ്ട്, 2 ക്ലിപ്സ് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്താൽ 3D പ്രിന്റ് പോട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്താൽ
കവർ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കും.